പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 105ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം നമ്മുടെ ദൈവനെ സൃഷ്ടിക്കാൻ കടന്നിട്ടുള്ളത് പാസ്റ്റർ റോയി എം ജോർജ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് ഖത്തറിൽ നിന്നുമാണ്. ഖത്തറിലുള്ള ഇമ്മാനുവൽ റിവൈവൽ ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണ് പ്രിയ ദേവദാസിന്റെ സ്വദേശം. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളു. വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ഈസ് ലവ് എന്ന ഈ സ്തോത്ര മിനിസ്ട്രിയുടെ 105ാമത്തെ ഈ വെർച്വൽ മീറ്റിംഗിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇത്രത്തോളം പേർക്ക് നമുക്ക് ഒരുമിച്ച് വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ നിന്ന് കടന്നു വരും. എന്തൊക്കെ വേണം സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ. അവൻ ദൈവത്തിന്റെ പൊരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. വചനത്തിന് വേണ്ടി ശ്രദ്ധയോട് ആവലാതിയോട് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ സ്തോത്രം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാനും അത് ക്രിയ ചെയ്യുവാനും ഇടയായി തീരട്ടെ. എന്നെ പരിചയപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആമുഖമായി എന്നെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്താൻ ഇടയായി തീർന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയോട് സ്തോത്രം ദൈവ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ ദാസി പ്രിയ സിജി ഞാൻ തമ്മിൽ സംസാരിച്ചപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു ഒരു സബ്ജക്റ്റ് പറയാമെങ്കിൽ നന്നായിരുന്നു, ഒരു ക്യാപ്ഷൻ കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സഹോദരിയോട് പറഞ്ഞതാണ്, ദൈവാത്മാവ് എനിക്ക് നൽകുന്ന ദൂത് തമ്മിൽ പറയാം. എന്നാലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച സമയത്ത് ഇന്ന വിഷയമാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ താല്പര്യപ്പെട്ടില്ല. കാര്യം മറ്റൊന്നുണ്ടല്ല, ഞാൻ എൻ്റെ ബുദ്ധിയിലൂടെയോ ഞാൻ മുൻപ് പറഞ്ഞ ഏതെങ്കിലും മെസ്സേജുകളോ ഒന്നും ഞാൻ പങ്കുവച്ചിട്ട് കാര്യം, ദൈവം തരുന്നത് വേണം പറയാൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ധന്യനായ പൗലോസ്ലീഹ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്ന് നോക്കണം. പ്രിയമുള്ള വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഓരോ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ, ഓരോ ശുശ്രൂഷകന്മാരുടെ ബന്ധത്തിൽ അവൻ ഇത് തന്നെയായിരിക്കണം ആപ്തവാക്യം. കർത്താവിൽ നിന്ന് പ്രാപിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കാതെ മാധ്യമങ്ങളിൽ നിന്നോ ഏതെങ്കിലും സ്രോതസ്സുകളിൽ നിന്നോ പ്രാപിച്ചത് നിങ്ങൾക്ക് ഞാൻ വിളമ്പി തന്നിട്ട് ഇന്നതാണ് സബ്ജക്ട് എന്ന് പറയുന്നുണ്ട് അർത്ഥമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ആലോചന നൽകിയിട്ടുണ്ട്. ആലോചന നിങ്ങളുടെ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് വിശനം പ്രാപിക്കും. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 4-ാമത്തെ വേദഭാഗം വായിക്കുവാൻ കർത്താവ് വിശനം പ്രാപിക്കും. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 4-ാമത്തെ വേദഭാഗം. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. നമുക്ക് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയനായ പരമപിതാവ്, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഈ നല്ല സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ തിരുവചനവുമായി കടന്നു വന്നിരിക്കും. അതാ വ്യത്യസ്തമായ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇവിടെയായിരിക്കുന്നവരെല്ലാവരും തന്നെ. കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. കർത്താവേ, ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും വ്യത്യസ്തമാണ്. എന്നാൽ ഞങ്ങൾക്ക് ജയം നൽകുവാൻ സർവശക്തനായ ഒരു ദൈവമുള്ളതിനായ സ്തോത്രം. ഇന്ന് രാത്രികാലം നിന്റെ ജനത്തോട് ദൈവകൃത്യമായി സംസാരിക്കണം. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്റ്റേറ്റുകളിൽ, വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നവരും പിന്നത്തേതിൽ ഈ വചനം ശ്രവിക്കുന്നതുമായ സകല ജനവും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, നിത്യജീവൻ അവകാശികളായി തീരുവാൻ പരിശുദ്ധ പിതാവ് ഇടയാക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകൾ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിന്റെ ധ്യാനം യഹോവയ്ക്ക് പ്രസാദകരമായി ദൈവം ഇടയാക്കണം. അങ്ങ് യിരെമ്യാവിനോട് പറഞ്ഞു, നീ ഉറക്കം നിലവിളിക്കാം, നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ കർത്താവേ, ഈ ജനത്തിനാവശ്യമായ ഈ പ്ലാറ്റ്ഫോമിൽ
ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഇതിൽ കേൾക്കുന്ന ജനത്തിന് ആവശ്യമായ കർത്താവേ ദൈവിക ദൂതുകൾ അങ്ങ് തന്നെ പ്രദാനം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന പാസ്റ്റർ KC ജോൺസൺ അവറുകൾ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന മറ്റ് ദൈവ ഭൃത്യന്മാർ, വാത്സല്യ മാതാപിതാക്കന്മാർ, വാത്സല്യ കുഞ്ഞുങ്ങൾ, ഈ മിനിസ്ട്രിയുടെ ചുമതലക്കാരായിരിക്കുന്ന സഹോദരി സിറ്റി, പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ദൈവവചനത്തിന്റെ ചിന്തയിലേക്ക് പ്രവേശിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം ആരംഭിക്കുമ്പോൾ കാണുന്നത് സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ടാകുന്നു. പ്രിയ വാത്സല്യ സഹോദരങ്ങളെ, ഈ രാത്രികാലത്തെ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കഴിഞ്ഞ നാളുകളിൽ വ്യത്യസ്തമായ പ്രൈസ് ദി ലോർഡ് അനുഭവത്തിലൂടെ ജീവിച്ചവരും വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും സ്തോത്രം വ്യത്യസ്തമായ തലങ്ങളിൽ ആയിരുന്നവരുമാണ്. എന്നാൽ നാം ആയിരുന്ന അനുഭവത്തിൽ നിന്നും നമ്മെ വിളിച്ചു വേർതിരിച്ച കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളുമായിരിക്കുന്നുവല്ലോ. നിശ്ചയമായും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. നമ്മെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാകിയാൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ എന്റെ വാത്സല്യ സഹോദരങ്ങൾ ദയവായി ശ്രദ്ധയോട് കേൾക്കണം. നിങ്ങളെ വിളിച്ചത് ഒരു മനുഷ്യനല്ല, നിങ്ങളെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വർഗരാജ്യ പ്രവേശനം തന്നെയാണ്. നാം സ്വർഗരാജ്യത്തിന്റെ അകത്ത് പ്രവേശിക്കുക എന്നതത്രേ ഏറ്റവും അഭികാമ്യമായ കാര്യം. ഈ സ്തോത്രം ഉന്നതമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ദൈവം നമ്മളെ വിളിക്കുവാൻ ഇടയായത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകളിൽ, യേശു കർത്താവിന്റെ ശുശ്രൂഷകളിൽ, മെസ്സേജുകളിലും ആഗ്രഹം നിറഞ്ഞു നിന്ന് സ്വർഗരാജ്യം എന്ന വിഷയമായിരുന്നു. ഇന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ വളരെ വിരളമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്വർഗരാജ്യത്തിന്റെ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അത് മാനസാന്തരത്തിന്റെ തലങ്ങളിലൂടെ മാത്രമേ സ്വർഗരാജ്യം നമുക്ക് ലഭ്യമായി തീരത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു സുവിശേഷ പ്രസംഗം ആരംഭിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണം, മത്തായിയുടെ സുവിശേഷം 4:17 രേഖപ്പെടുത്തിയിരിക്കുന്ന അന്നു മുതൽ യേശു എന്ന പദമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശു ക്രിസ്തു സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനായി ഈ ഭൂമിയിലേക്ക് വന്നവനാകുന്നു എന്ന് സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ നാം കാണുന്നുവല്ലോ. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഓരോ ദൈവത്തിന്റെ ജനവും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്ന മനോഭാവത്തോടുകൂടിയായിരിക്കണം ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ ശരണം പ്രാപിക്കുകയാണ്. ദൈവഹിതം, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു തിരിച്ചറിവ് ബോധം നമുക്കുണ്ടായിരിക്കണം. വാത്സല്യ സഹോദരങ്ങളെ, ഇവിടെ വേദപുസ്തകം പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന്. സ്വർഗരാജ്യം എനിക്കും നിങ്ങൾക്കും സമീപിച്ചിരിക്കുക. എന്നാൽ നാം അതിനകത്തേക്ക് പ്രവേശിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം. അതിന് മാനസാന്തരം ആവശ്യമാണ്. ഇന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, യേശു കർത്താവും അപ്പോസ്തലന്മാരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യന്റെ സ്വർഗരാജ്യ പ്രവേശനവും അവന്റെ മാനസാന്തരം. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ ക്രൈസ്തവ ലോകത്ത്, ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിൽ സുവിശേഷ പ്രസംഗങ്ങൾ ഒട്ടുമിക്കതും മോട്ടിവേഷൻ മെസ്സേജുകളായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദയവായിട്ടൊന്ന് ശ്രദ്ധയോട് കേൾക്കണം. ഹല്ലേലൂയ. നാം തികച്ചും അല്പനേരത്തേക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻ മെസ്സേജ് കേൾപ്പാൻ വേണ്ടിയാണോ നമ്മൾ യേശുവിന്റെ സന്നിധിയിലേക്ക് വന്നത്?
യേശു പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതല്ലേ യേശു പറഞ്ഞു. ലോകത്തെ ജയിച്ച യേശു കർത്താവ് കഷ്ടമില്ലെന്നല്ല പറഞ്ഞു, കഷ്ടമുണ്ടെന്നാ പറഞ്ഞു. കഷ്ടമുണ്ട്, എന്നാൽ ലോകത്തെ ജയിച്ച കർത്താവ്, കഷ്ടത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോട് നമുക്ക് മുമ്പോട്ട് പോകാം. ആമേൻ, സ്തോത്രം. ഇവിടെ വേദപുസ്തകം പറയുകയാണ്, നാം മാനസാന്തരപ്പെടണം സ്വർഗരാജ്യ പ്രവേശനം. അതുകൊണ്ട് നാം കേൾക്കുന്ന മെസ്സേജുകൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീരണം. നമ്മുടെ മെസ്സേജുകളിൽ ആശ്വാസം ഉണ്ടായിരിക്കണം, പ്രബോധനം ഉണ്ടായിരിക്കണം, ഗുണീകരണം ഉണ്ടായിരിക്കണം. ആശ്വാസവും പ്രബോധനവും ഗുണീകരണം ഒന്നുമില്ലാതെ പ്രൈസ് ദി ലോർഡ് മോട്ടിവേഷൻ മാത്രമായി തീരുന്നത്, ആമേൻ, സ്തോത്രം, അത് തികച്ചും ഉചിതമായ ഒരു കാര്യമല്ല. നിങ്ങൾക്കറിയാമോ, ധന്യനായി പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ് നമുക്ക് തന്ന ഒരു മുന്നറിയിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു ക്രിസ്തു, ഹല്ലേലൂയ, അവിടുന്ന് നൽകാത്ത വേറൊരു ആത്മാവ്, അവിടുത്തെ സുവിശേഷമല്ലാത്ത മറ്റൊരു സുവിശേഷം ഈ ലോകത്ത് അന്നത്തെ പോലെ ഇന്നും വളരെ കൂടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തിരുവചനം നൽകാത്ത ക്രിസ്തുവിനെയോ തിരുവചനം നൽകാത്ത വ്യക്തമായി പഠിപ്പിക്കാത്ത ഉപദേശത്തെയോ ദൈവവചനത്തിന്റെ സ്തോത്രം അതിനകത്ത് നിൽക്കാത്ത ക്രിസ്തുവിനെയോ നാം ഒരിക്കലും ചിന്തിക്കുവാനും കേൾക്കുവാനും ഏറ്റെടുക്കുവാനും ഇടയാക്കരുത്. നിങ്ങളെല്ലാവരും വളരെയധികം വിദ്യാസമ്പന്നരും അറിവുള്ളവരും പ്രൈസ് ദി ലോർഡ് വേദപുസ്തകം വായിക്കുന്നവരുമാ എന്റെ വാത്സല്യ സഹോദരങ്ങളെ. അതുകൊണ്ട് ആത്മീയ ലോകത്തിന്റെ മൂല്യച്യുതികളെ കുറിച്ച് നമുക്കൊരു തികഞ്ഞ അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഞാൻ ചില മീറ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. അവൻ പ്രാസംഗികൻ എന്തു പറഞ്ഞാലും ചാടിക്കേറി സ്തോത്രം പറയുന്ന, ചാടിക്കേറി കരം ഉയർത്തുന്ന, ചാടിക്കേറി ആമീൻ പറയുന്ന ഒത്തിരി പേര്, ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തെ ശോധന ചെയ്ത് വേണം മുറുകെ പിടിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. പറയുന്നത് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവചനത്തിന് അടിസ്ഥാനമില്ലെങ്കിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കാർക്കും ജീവിതത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. ആമേൻ. അതുകൊണ്ട് നമുക്കൊരു ഇന്ന് ക്രൈസ്തവ ലോകത്ത് കൂടുതലും മോട്ടിവേഷൻ സ്പീക്കർമാരാ. ഞാൻ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പല ഇവാഞ്ചലിസ്റ്റുകൾ എന്നെഴുതിയിരിക്കുന്നവർക്ക് പരിചയപ്പെടുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്ന് വായിച്ചു നോക്കുമ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് കൊടുത്തിരിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയാൻ മടിയുള്ളൊരു കാലഘട്ടം. ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി ഈ ഭൂമിയിൽ ദൈവം തന്നെ ദേഹരൂപമെടുത്ത് സകല മാനവകുലത്തിന്റെയും വീണ്ടെടുപ്പിനും പാപമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ഭൂമിയിൽ വന്നു പിറന്ന് സകല മാനവരാശിയുടെയും പാപത്തിന്റെ ശിക്ഷയെ സ്വയം ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാകുന്നു സുവിശേഷം, സദ്വർത്തമാനം. അവൻ ആ സുവിശേഷം അറിയിക്കുമ്പോൾ അതാണ് ഇവാഞ്ചലിസ്റ്റ്, അതാണ് ഇവാഞ്ചലിസം. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യമില്ലാതെ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കുകൾ പറഞ്ഞാൽ അതിനു മുമ്പിൽ പുളകിതരായിത്തീരുന്ന മനോഭാവവുമായി നമ്മൾ ജീവിക്കാനിടയായിത്തീർന്നാൽ പ്രിയപ്പെട്ടവരെ വലിയ കഷ്ടം, വലിയ പ്രയാസമുണ്ടാകും. ഇരമ്യാവിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 31-ാമത്തെ വേദഭാഗത്തിൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ ഒരു പദം ഈ സമയത്ത് തന്നെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഞാനിങ്ങനെ വായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തും. അടുത്തത്, എന്റെ ജനത്തിനോ അത് ഇഷ്ടം ആകരുത്. എന്റെ ജനത്തിന് ഇഷ്ടം. ഇന്ന് ജനത്തിന് എന്താണോ ഇഷ്ടം അത് മനസ്സിലാക്കി ആ നിലയിൽ ശുശ്രൂഷിക്കാനാ പലരും താല്പര്യപ്പെടുന്നത്. എന്നാൽ ദൈവം ഒരു കാര്യം ചോദിക്കുന്നു, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രികാലം നമ്മൾ വിളിച്ച ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആരും ഒടുക്കം ലജ്ജിച്ചു പോകാതിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായും നാം ദൈവവചനത്തിനകത്ത് നിൽക്കുവാൻ ഇടയായിത്തീരണം. നമുക്കറിയാമല്ലോ, പ്രൈസ് ദി ലോർഡ്, വേദഭാഗം വായിക്കുമ്പോൾ നാം കാണുന്നത് അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്നാണ് അവൻ സങ്കീർത്തനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. അവൻ നീതിമാനാ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറിഞ്ഞുപോയ അടിസ്ഥാനമുള്ള ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനം മറിഞ്ഞുപോയാൽ
നീതിമാൻ എന്ത് ചെയ്യും? വേദപുസ്തകത്തിൽ വേറൊരു ഭാഗത്ത് കാണുന്ന ഒരു നീതിമാനെ കുറിച്ച് കാണും, വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് ആമേൻ സ്തോത്രം അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ വലഞ്ഞുപോയ നീതിമാനുണ്ട്, മറിഞ്ഞുപോയ അടിസ്ഥാനമുള്ള നീതിമാന്മാരുണ്ട്. എന്നാൽ ഇവരാരും തന്നെ നിത്യതയ്ക്ക് അവകാശികളായി തീരത്തില്ല എന്ന വസ്തുത വിശുദ്ധ ബൈബിളിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടത് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവന് സദൃശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യം സമൻ അപ്പോൾ തന്നെ വീട്ടുടമസ്ഥൻ, വേലക്കാർ, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ മെസ്സേജിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ മെസ്സേജിന് നമ്മൾ കാണും വീട്ടുടമസ്ഥൻ എന്ന് പറയുന്നത് അവൻ സർവശക്തനായ ദൈവത്തെയാണ് കാണിക്കുന്നത്. സ്വർഗരാജ്യം ഈ ലോകത്തിൽ അവൻ സ്തോത്രം നാം ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. അവൻ വേലക്കാർ സ്വർഗരാജ്യമാകുന്ന ഈ ഭൂമിയിൽ, സ്വർഗരാജ്യമാകുന്ന ഈ ഭൂമിയിലെ ദൈവസഭയിൽ നാം നിർവഹിക്കേണ്ടത് വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്യേണ്ട അവൻ പ്രിയപ്പെട്ടവരാണ്. ഇവിടെ പറയുന്നത് അവൻ സ്തോത്രം 2-ാമത്തെ വാക്യം, വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമ്മളെ മുന്തിരിത്തോട്ടത്തിലേക്കാണ് അയച്ചത്. ദൈവത്തിന്റെ സഭയാകുന്ന മുന്തിരിത്തോട്ടം. നാം ഒരു കാലത്ത് ദൈവത്തെ കൂടാതെ ജീവിച്ചവരായിരുന്നു. ഹല്ലേലൂയ. മുമ്പേ സ്വന്തം ജനമല്ലാത്തവരായിരുന്നു. അവൻ ഇസ്രായേൽ പൗരത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു. നാം അന്യരും പരദേശികളുമായിരുന്ന പ്രവൃത്തിയാൽ നാം ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതെ ആമേൻ സ്തോത്രം ദൈവത്തിന് വിരോധമായി ജീവിച്ചതായ എന്റെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ച് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ ജനമാക്കി തീർത്ത ആ ദൈവം നമ്മെ കാണുന്നത് ഇന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നാകുന്നു. 3-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവൻ അയച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്നു 3-ാം മണി നേരം, പുലർച്ചെ 3-ാം മണി നേരം, 11-ാം മണി നേരം എന്ന വ്യത്യസ്തമായ 3 സമയങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ന്യായമായത് തരാം, ന്യായമായത് നൽകുന്ന ഒരു വേലക്കാരൻ എന്നാണ് ഇന്നത്തെ ആമേൻ സ്തോത്രം നമ്മുടെ മെസ്സേജിന്റെ ശീർഷകം. ന്യായമായത് നൽകുന്ന ഉടമസ്ഥൻ. ഇന്ന് രാത്രികാലം ദൈവത്തെ സേവിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ന്യായമായത് നൽകുന്ന ഒരു നല്ല ഉടയവൻ നമുക്കുണ്ട്. ന്യായമായത് നൽകുന്ന നല്ല ഉടയവന്റെ കയ്യിൽ നിന്ന് നാം അത് പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഇടയായിത്തീരും. നമുക്ക് ഈ തിരുവചന ഭാഗം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ അവൻ അതിനു മുൻപുള്ളതായ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പത്രോസ് തന്റെ ശിഷ്യന്മാരുമായി സഹശിഷ്യന്മാരുമായി ചേർന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ആണ് പത്രോസ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നൊരു മനോഭാവത്തോടാണ് പത്രോസും സഹശിഷ്യന്മാരുമായിരിക്കുന്നത്. ആ ഒരു മനോഭാവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം യേശു കർത്താവ് ഈ ഉപമ പറയുവാൻ ഇടയായിത്തീർന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുക ന്യായമായത് നൽകും. ഹല്ലേലൂയ. ന്യായമായത് നൽകുന്ന ഒരു ദൈവത്തെയാണ് ആമേൻ നാം സേവിക്കുന്നത്. ആമേൻ. ദൈവം ഒരിക്കലും അന്യായം ചെയ്യുന്നവനല്ല. കുഞ്ഞെ, അവൻ വാത്സല്യ സഹോദരൻ, വാത്സല്യ സഹോദരി, നിങ്ങളെ അറിയുന്ന ദൈവം നിങ്ങൾക്ക് ന്യായമായത് നൽകുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ന്യായമായത് നൽകുന്ന ദൈവം. ഹല്ലേലൂയ. നാം ചെയ്യുന്ന സകല പ്രവൃത്തിയും ദൈവം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവദിനം വായിക്കുമ്പോൾ മിനക്കെട്ട് നിൽക്കുന്ന ചിലരോട് എന്നൊരു പദപ്രയോഗം 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 3-ാമത്തെ വാക്യം പറയുകയാണ്, 3-ാം മണി നേരത്ത് പുറപ്പെട്ടു, മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു എന്നത്. ചിലർ അലസന്മാരായി, ചില വിശ്വാസികൾ അലസതയോട് ജീവിക്കുന്നത് കാണുവാൻ ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കുവാൻ കർത്താവിശ്വാസം പ്രാപിക്കണം. നമ്മളെ ആരും ഒരു പേപ്പർ വെയിറ്റ് എന്ന വണ്ണമല്ല ആമേൻ സ്തോത്രം പേപ്പറിന്റെ മണ്ടയ്ക്ക് പേപ്പർ പറന്നു പോകാതെ വെച്ചിരിക്കുന്ന ഒരു വെയിറ്റ് ആയിട്ടല്ല ദൈവം കണ്ടിരിക്കുന്നത്. പായുടെ മേലിൽ ഇരിക്കേണ്ടവര് പറന്നു പോകാതിരിക്കാൻ വേണ്ടി വെച്ചവരുമല്ല. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട വ്യത്യസ്തമായ കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആ ഒരു ശുശ്രൂഷയെ കുറിച്ച് നാം ബോധ്യമുള്ളവരായിരിക്കണം. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ
പത്രോസിന്റെ ലേഖനം എടുക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന് 9-ാമത്തെ വേദഭാഗം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച ആമേൻ ഹല്ലേലൂയ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും അരാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായാലും ദൈവം പറയുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. ദൈവം പറയുകയാണ് നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. ദൈവം പറയുകയാണ് നിങ്ങളുടെ മേൽ എന്റെ കോളിങ്ങിനോടനുബന്ധിച്ച് നിങ്ങളുടെ മേൽ ഞാനൊരു ദൗത്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മിനക്കെട്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. കാലം അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അമ്മ സ്തോത്രം, ദൈവം നമ്മോട് കണക്ക് നിൽക്കുന്ന ഒരു നാൾ നമ്മുടെ മുമ്പിലേക്ക് ആസന്നമായിക്കൊണ്ടിരിക്കുക. എപ്പോൾ നമ്മുടെ സൂര്യൻ അസ്തമിക്കും നമുക്കറിയത്തില്ല. നീതി സൂര്യൻ എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. നീതി സൂര്യന്റെ വരവ് എപ്പോഴായാലും അഥവാ നമ്മുടെ സൂര്യൻ എപ്പോൾ അസ്തമിച്ചാലും വാത്സല്യ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമുള്ള ഒരു ജനമായി മാറുവാൻ നമുക്കിടയായിത്തീരണം. വേദപുസ്തകം പറയുക, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, പ്രിയ സഹോദര വാത്സല്യ സഹോദരി, അന്ധകാരത്തിലല്ലേ നാം കഴിഞ്ഞത്? യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് പാപ അന്ധകാരത്തിൽ ജീവിച്ചതായി നാം യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് പാപ അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ സകല മ്ലേച്ഛതകളും സകല പാപപ്രവൃത്തികളും ചെയ്ത് ജീവിച്ചതായ ഞാനും നിങ്ങളും. ദൈവത്തിന്റെ വചനം പറയുക, ആ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, വീണ്ടെടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ സ്തോത്രം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും പിന്നത്തതിൽ ഈ മീറ്റിംഗ് കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് വാസ്തവമായി നമുക്ക് ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ഒത്തിരി തിയോളജി അറിഞ്ഞില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം ഈ ലോകത്തുള്ളതായ വ്യത്യസ്തമായ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച്, നിങ്ങളുടെ സൃഷ്ടിതാവിനെ കുറിച്ച് വ്യക്തമായ ഒരു തിരിച്ചറിവ് ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ശ്രദ്ധയോട് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 43:10 പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം എന്തെങ്കിലും കേട്ടിട്ട് പ്രൈസ് ആരുടെയെങ്കിലും സ്തോത്രം മെസ്സേജ് അല്ലെങ്കിൽ സ്തോത്രം നമ്മളെ പുളകിതരാക്കുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ കേട്ടിട്ട് അതിനു മുമ്പിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം പറയുന്നവരോ അതിനു മുമ്പിൽ ഇളകിച്ചാടുന്നവരായിട്ടല്ല. ദൈവം പറയുന്ന നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുക, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കണമെന്നാണ്. പ്രിയ സഹോദരങ്ങളെ, പാരമ്പര്യമായി കിട്ടിയ അറിവിനെ കുറിച്ചല്ല ഇവിടെ വേദപുസ്തകം പറഞ്ഞു. ദൈവം പറയാണ്, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികൾ, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് എന്റെ ദാസനും ആകുന്നു എന്ന ദൈവജനം പറയും. അപ്പോൾ കർത്താവിന്റെ സാക്ഷിയായി തീരുക, കർത്താവിനെ അറിയാതെ കർത്താവിന്റെ സാക്ഷിയെ തീരാൻ സാധിക്കത്തില്ല. കർത്താവിനെ അറിയാതെ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കാൻ സാധിക്കത്തില്ല. പാരമ്പര്യമായി പകർന്നു നൽകിയ കേവലം ഒരു അറിവിന് അപ്പുറമായി ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് ബോധം ദൈവം നമ്മുടെ എല്ലാവരുടെ ഉള്ളങ്ങളിൽ നൽകുമാറാകട്ടെ. ആ തിരിച്ചറിവ് ബോധം നമ്മുടെ ഉള്ളകളിലേക്ക് വരുമ്പോഴാണ് നാം ദൈവത്തെ അറിയുവാനും പ്രൈസ് ദി ലോർഡ് നാം അവന്റെ സാക്ഷിയെ തിരുവാനും ഇടയായിത്തീരുന്നത്. ദൈവത്തെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവ് ബോധം ഇല്ലാത്ത പോയാൽ നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിൽ മാത്രം ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഉയരാൻ സാധിക്കത്തില്ല. റോമർക്കെഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായം 19 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു എന്നൊരു പദമുണ്ട്. ദൈവം വെളിവാക്കിയല്ലോ. എനിക്കും നിങ്ങൾക്കും നമ്മുടെ പാപ അനുഭവത്തിൽ, പാപകരമായ പശ്ചാത്തലത്തിൽ, പാപകരമായ അനുഭവങ്ങൾ ജീവിച്ച അനുഭവത്തിൽ ദൈവം നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് തന്നു. ആ റെവലേഷൻ എന്ന് പറയുന്നത് ഞാൻ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ലേവ്യ പുസ്തകത്തിലും പൗലോസിന്റെ ലേഖനത്തിലും ആവർത്തിച്ചു പറയുന്ന വസ്തുതയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും എന്ന വസ്തുത. അതുകൊണ്ട് ദൈവം നൽകുന്ന ആലോചന എന്ന് പറയുന്നത് ഞാൻ വിശുദ്ധനായ ദൈവമാകുന്നു എന്നൊരു കാഴ്ചപ്പാടാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇപ്പൊ വിശുദ്ധനായി ദൈവം വസിക്കുന്ന സ്വർഗരാജ്യത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ നാമും ദൈവത്തെ സന്നിധിയിൽ വിശുദ്ധിയിൽ അവൻ വിശുദ്ധരായി ജീവിക്കേണ്ടത് തികച്ചും അത്യന്താപേക്ഷിതമാക്കുന്നു. ഇത് ഇന്ന് ഈ ലോകത്ത് ഒരു വല്ലാത്തതായ ഒരു സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ട്. ദൈവജനത്തെ മറിച്ചു കളയുന്ന, ദൈവജനത്തെ കോട്ടിക്കളയുന്ന ഒരു സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അത്തരം സ്പിരിറ്റിന്റെ വ്യാപാരത്തിൽ ചില ആളുകൾ പിടിക്കപ്പെട്ടിട്ട് അവർ പറയാറുണ്ട്,
എല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തു. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. സത്യമാണ്, യേശു ക്രൂശിൽ നമ്മുടെ പാപമോചനത്തിനായുള്ള എല്ലാം ചെയ്തു. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വിശുദ്ധിയോട് ജീവിക്കേണ്ടത് ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നെ നൽകിയിരിക്കുന്നു. സ്നാനപ്പെടുത്തുമ്പോൾ അവൻ സ്നാപകൻ ഓരോ സ്നാനാർത്ഥിയുടെയും തലയിൽ കൈവച്ചിട്ട് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്: ജീവപര്യന്തം വിശ്വസ്തനായി ജീവിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും എന്നത്രേ. പ്രിയപ്പെട്ടവരെ, ജീവപര്യന്തം വിശ്വസ്തനായി ജീവിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ജീവപര്യന്തം വിശ്വസ്തയോട് ജീവിച്ചാൽ നമ്മൾ ജീവകിരീടം പ്രാപിക്കും. ആമേൻ, സ്തോത്രം. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ 22-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം പറഞ്ഞു: അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവിടെ പറയുന്നത് ശ്രദ്ധയോടുകൾക്ക് അപ്പൊ നമ്മെ തന്നെ ശുദ്ധീകരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നാം അനീതിയിലേക്ക് പോകാൻ ഒരിക്കലും ഇടയാകരുത്. ആമേൻ, ഹല്ലേലൂയ. പാപിയുടെ മരണത്തിൽ പ്രസാദമില്ലാത്ത ഒരു ദൈവത്തെയാണ് ഇഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ അതുകൊണ്ട് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നമുക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരിക്കണം. നമ്മളെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനാണ്. ആമേൻ, സ്തോത്രം. അത്ഭുത പ്രകാശം ആമേൻ സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യമാണ്. സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക എന്നാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നാണ്. ദൈവത്തിന്റെ സൽഗുണങ്ങളെ അറിയിക്കുക എന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള കഴിവും പ്രാഗൽഭ്യവും ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വ്യത്യസ്തമായ തലങ്ങളിൽ ഇന്ന് കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. സമൂഹ മധ്യത്തിൽ വന്ന് നിങ്ങൾക്കൊരു പാട്ട് പാടാൻ കഴിയത്തില്ലായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആമേൻ, സ്തോത്രം, നാവ് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് നല്ല മെസ്സേജുകൾ അനേകർക്ക് ഷെയർ ചെയ്യാൻ കഴിയുമല്ലോ. മണിക്കൂറുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ ആമേൻ, മണിക്കൂറിന്റെ 10-ലൊന്നെങ്കിലും ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ ദൈവ മെസ്സേജുകൾ കേൾക്കുവാൻ, അനേകരിലേക്ക് അതൊന്ന് ഷെയർ ചെയ്യുവാൻ, അതിന് നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള പ്രസംഗ പാഠമൊന്നും ആവശ്യമില്ലല്ലോ. ഹല്ലേലൂയ. അതിന് നിങ്ങൾക്ക് പാട്ടുപാടാനുള്ള കഴിവൊന്നും ആവശ്യമില്ലല്ലോ. അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതത്തിനിടയായി തീരണം. ഇവിടെ പറയാണ്, ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരായി മാറുവാൻ, സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും ആകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നവരെ ദൈവം ആമേൻ, സ്തോത്രം, അവരോട് ചോദിക്കുന്ന ഒരു ദിവസം കർത്താവ് ഒരു ദിവസം വരും എന്ന് തിരിച്ചറിയാം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ബോധമില്ലാതെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മെനക്കെട്ട് നിൽക്കുന്ന അനേകർ ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കാലങ്ങളിലായി ദൈവം അവർക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവര് ദൈവം അവരോട് ഇടപെടട്ടെ. അങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ ദൈവം ഇടപെട്ടതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് കർത്താവിന്റെ ആമേൻ സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. അതുകൊണ്ട് ദൈവം അവർക്കും മാനസാന്തരത്തിനും ആമേൻ, സ്തോത്രം, ദൈവത്തെ തിരിച്ചറിയുവാനും ഒരു സമയം വെക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ ആമേൻ ആധികാരികതയിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നാം വായിച്ചതായ ആമേൻ 20-ാം സങ്കീർത്തനം. 20-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇതൊക്കെ വെറും വേസ്റ്റ്. ഓ, ഓൺലൈൻ മീറ്റിംഗ്, ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ്, സമയം മെനക്കെട്ട്. ആർക്കൊക്കെ ഇതിനിപ്പോ സമയം? അവർ ശുശ്രൂഷ ചെയ്യുന്നുമില്ലെന്നുള്ള മാത്രമല്ല, ആരെ കൊണ്ടും അവർ ചെയ്യിപ്പിക്കാൻ താല്പര്യപ്പെടാറുമില്ല, ആരെ പ്രൊമോട്ട് ചെയ്യാറുമില്ല. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് പ്രൈസ് ദി ലോർഡ്, നാം ഒരു നന്മ കണ്ടാൽ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ഒരു നല്ല മെസ്സേജ് കേട്ടാൽ നാം ഒരിക്കലും നല്ലതെന്ന് പറയാറില്ല. നാം പ്രൈസ് ദി ലോർഡ് നല്ലതിനെ അംഗീകരിക്കാൻ പലപ്പോഴും മടിയുള്ള ഒരു കൂട്ടരാണ്. വേണ്ടയല്ല പ്രിയപ്പെട്ടവരെ, അത് മക്കളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, നമ്മുടെ മാതാപിതാക്കന്മാരായിക്കോട്ടെ, ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയാൻ കഴിയുന്ന ഒരു നല്ല മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത്, നിങ്ങൾ അവർ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് വളരെ ശുഷ്കമല്ലേ? തിരുവചനം പറയുന്നത് അവൻ 70 ഏറെയായാൽ 80 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 4 വിരൽ നീളമെന്നല്ലേ തിരുവചനം പറഞ്ഞിരിക്കുന്നത്. 4 വിരൽ നീളമുള്ള ഈ കയ്യിൽ 5 വിരലുണ്ട്. 5 വിരലുണ്ടെങ്കിൽ പൂർണ്ണമായിരുന്നു. എന്നാൽ പൂർണ്ണത എന്ന് പറയാനില്ല, 4 വിരൽ മാത്രമെന്ന് ദൈവം പറയും.
4 വിരൽ നീളമുള്ള ഈ ശുഷ്കമായ ചെറിയ ആയുസ്സിൽ മെനക്കെട്ട് നിൽക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവത്തിന് വേണ്ടി എരിവോട്, ദൈവത്തിന് വേണ്ടി ആത്മാവിന്റെ തീഷ്ണതയോട്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടം ജനമായി മാറുവാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത് എന്ന ഉത്തമമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോട് ദൈവത്തെ സേവിക്കണം എന്നാണ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. എങ്ങനെയാണ് നിങ്ങളെ വിളിച്ചത്? വിളിച്ചത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. എന്തിനാ വിളിച്ചത്? മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ വേണ്ടിയാണ്. അത് എങ്ങനെ വേല ചെയ്യണം? ഉഴപ്പി വേല ചെയ്യാനാണോ? അല്ല, ഉഴപ്പിയല്ല വേല ചെയ്യേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഏത് പുസ്തകം പറയാ? പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12:11 പറയുന്നത്, സ്തോത്രം, 12:11 12-ാമത്തെ വാക്യം വായിച്ച് അവിടെ പറയാണ്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിക്കും. അപ്പൊ കർത്താവിനെ സേവിക്കേണ്ടത് ആത്മാവിൽ എരിവോടായിരിക്കണം. എന്ത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ നമ്മൾ 19-ാം അധ്യായത്തിൽ കാണുന്നത്. എന്ത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ അവൻ ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോട് ദൈവത്തെ സേവിക്കാനിടയാകുന്നെങ്കിൽ അവൻ ന്യായമായി ഇത് തരുമെന്നാണ്. അവൻ അന്യായം ചെയ്യുവാൻ അവൻ മനുഷ്യരല്ല. ന്യായമായി ഇത് നൽകുന്ന ഒരു ദൈവമുണ്ട്. എന്റെയും നിങ്ങളുടെയും ഇന്നത്തെ ആവശ്യങ്ങളും അവസ്ഥകളും അറിഞ്ഞ് നമ്മളെ മാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് മതിയായവ. സങ്കീർത്തന പുസ്തകം പറയുന്നു, ഹല്ലേലൂയ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതാതിന്റെ ആഹാരം അവൻ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാതിന്റെ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാതിന്റെ ആഹാരം കൊടുക്കുന്ന സർവകൃപാലുവായ ദൈവം ന്യായമായത് നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ യെശയ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായം അതിന് 23-ാമത്തെ വാക്യം പറയുന്നു, നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ അളവായി അപ്പവും അവൻ നിനക്ക് തരും. നോക്കണം, നിലത്ത് നീ വിതയ്ക്കുന്ന വിത്തിന്, പ്രൈസ് ദി ലോർഡ്, ആ വിത്ത് മുളച്ചു വരുവാൻ ആവശ്യമായ മുൻമഴ നൽകുവാൻ അവൻ മതിയായ ദൈവമാണ്. കുഞ്ഞേ, എന്തു തരുമെന്ന് ചോദിച്ച് ഇന്ന് സങ്കടത്തോടും ഭാരത്തോടും ആയിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ചോദിക്കുന്നതിന് അപ്പുറമായി നിങ്ങളെ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിത്യതയിൽ നിങ്ങളെ മാനിപ്പാൻ തക്കവണ്ണം അവൻ മതിയായ ദൈവമാണ്. അവൻ പറയാണ്, നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന്, അല്ലെ, നിലത്ത് വിതയ്ക്കുന്ന വിത്ത് എന്നല്ലേ പറയും, നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ സ്തോത്രം, ഹല്ലേലൂയ, അളവാക നിലത്തിലെ വിളവായ അപ്പവും അവൻ നിങ്ങൾക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. അപ്പൊ ദൈവം തരുമ്പോൾ അത് പുഷ്ടിയുള്ളതായിരിക്കും, സമൃദ്ധി ഉള്ളതായിരിക്കും. മുൻമഴയാലും പിന്മഴയാലും അനുഗ്രഹപൂർണമാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഈ തിരുവചന ഭാഗത്തിലൂടെ കാണാൻ. അവനാ പറഞ്ഞത്, ന്യായമായത് നിങ്ങൾക്ക് തരാമെന്ന്. ഇന്ന് രാത്രികാലം ഈ കാലമത്രയും ദൈവത്തെ സേവിച്ചിട്ടും ഈ കാലമത്രയും കർത്താവേ നിനക്ക് വേണ്ടി എരിവോട് നിന്നിട്ടും, കർത്താവേ ഞങ്ങൾ നിന്നിരുന്ന സഭകളിൽ നിന്നും, ഞങ്ങൾ നിന്നിരുന്ന പശ്ചാത്തലത്തിൽ നിന്നും, ഞങ്ങൾ നിന്നിരുന്ന ജാതി അനുഭവത്തിൽ നിന്നും ഞങ്ങൾ കർത്താവേ നിന്റെ വചനം കേട്ട് നിന്നെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടൊരു നന്മയിൽ നിന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞ് ശ്രദ്ധിക്കണമേ. നീ വിതയ്ക്കുന്ന വിത്തിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവശ്യമായ മുൻമഴ തരുവാൻ, നീ വിതയ്ക്കുന്ന വിത്തിന് ആവശ്യമായ മുൻമഴ നൽകുവാൻ, ആ വിത്തിൽ നിന്ന് വിളവെടുക്കുവാൻ, അത് നിനക്ക് പുഷ്ടിയും അത് നിനക്ക് നന്മയുമായി തിരത്തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ നൽകുവാൻ ന്യായമായി നൽകുന്നവന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രികാലം അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം ദയവായി വന്നിട്ട് 29-18 ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 29-30 വേദഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 18-ാം അധ്യായം 29-30 വാക്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നെടുത്ത് എടുത്തൊന്ന് വിശ്വസിക്കട്ടെ. ആമേൻ. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, യേശു അവരോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ ലോകത്തിൽ തന്നെ പല മടങ്ങായി വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയും. എന്ത് എനിക്ക് ലഭിക്കും എന്ന് ചോദിക്കാം. പത്രോസിനോട് ദൈവം പറയാ, ന്യായമായത് നിങ്ങൾക്ക് തരാം.
ന്യായമായി ഇത് തരുന്ന ദൈവത്തെയാ നമ്മൾ കാണുന്നത്. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങൾക്ക് ന്യായമായി തരും. അത് നിത്യതയിൽ മാത്രമല്ല, വേദഭാഗം പറയാണ് ഈ ലോകത്തും ഈ കാലത്തിൽ തന്നെ അവൻ ഈ ലോകത്ത് വെച്ച് പല മടങ്ങായി വരുവാനുള്ള കാലത്തിലും എന്നൊരു പദപ്രയോഗമാണ് അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തിലും നമ്മളെ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അവൻ സ്തോത്രം ന്യായമായത് തരുന്ന ദൈവം. അവൻ ന്യായമായത് തരുമ്പോൾ അവൻ നിശ്ചയമായും അതെല്ലാം പറഞ്ഞു പോകണമല്ലോ. അതുകൊണ്ട് അവൻ സ്തോത്രം നാം ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോട് വിശ്വസ്തയോട് പരമാർത്ഥത്തോട് ദൈവത്തെ സേവിക്കാൻ ഇടയായിട്ടാൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഇടയാകത്തില്ല. നമുക്ക് നമ്മുടെ സകല പ്രവൃത്തികളെ അവൻ സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ കടന്നു ചെല്ലേണ്ട ഒരു സമയം വരും. ഇവിടെ നമ്മൾ വായിച്ചതായ 20-ാമത്തെയും മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ അവൻ അവിടെ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്ധ്യ ആയപ്പോൾ എന്നൊരു പദപ്രയോഗം 8-ാമത്തെ വാക്യം രേഖപ്പെടുത്തി. സന്ധ്യ ആയപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകന്മാരുടെ വേലക്കാരെ വിളിച്ചു, പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ കൂലി കൊടുക്കുന്ന ഒരു സന്ധ്യ എല്ലാവരുടെ ജീവിതത്തിൽ വരും. അതൊന്ന് ശ്രദ്ധയോട് കേൾക്കണം. വേലക്കാരായിക്കോട്ടെ, സുവിശേഷകരായിക്കോട്ടെ, ദൈവത്തിന്റെ ജനമായിക്കോട്ടെ, വളരെ ശ്രദ്ധയോട് കേൾക്കണമേ. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും കൂലി തരുന്ന ഒരു ഹല്ലേലൂയ ഉടമസ്ഥനുണ്ട്. അവൻ അതിന്റെ ഒരു സന്ധ്യയുണ്ട്. ദൈവം നിശ്ചയിച്ച ഒരു സന്ധ്യയുടെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും. അവിടെ വെച്ച് നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും ക്ലെയിം ചെയ്യാൻ കഴിയത്തില്ല. ദൈവമേ, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പൊലിപ്പിച്ചു പറഞ്ഞാൽ, പ്രിയ സഹോദര സഹോദരി, അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ അവൻ 3 തരത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന 3 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ജീവന്റെ പുസ്തകമാണ്. 2 മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം. അവൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കും, പുസ്തകങ്ങൾ തുറന്നു. മനുഷ്യനോട് ബന്ധത്തിൽ അവർ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 പുസ്തകങ്ങളെങ്കിലും കാണും. 1 ഓർമ്മയുടെ പുസ്തകം, 2 ജീവന്റെ പുസ്തകം, 3 പ്രവൃത്തിയുടെ പുസ്തകം. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞ് രേഖപ്പെടുത്തി മനുഷ്യന്റെ സകല പ്രവൃത്തികളോടെ രേഖപ്പെടുത്തി പ്രവൃത്തികൾക്കടുത്ത് ഒരു ന്യായ വിധി ഉണ്ടാകും എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. പ്രിയ സഹോദര, വാത്സല്യ സഹോദരി, ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നവരെ, ദൈവിക നന്മയിലേക്ക് ദൈവം വിളിച്ചു വേദനിച്ചവരെ, ഹല്ലേലൂയ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തിയവരെ, ദൈവികമായ ദൂതുകൾ പകർന്നു നൽകി ആത്മാവിൽ നിങ്ങളെ ദൈവം നടത്തി ദൈവികമായ നന്മകൾ അനുഭവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സ്വർഗമിടയാക്കുക. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, സ്വർഗം ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നില്ല എങ്കിൽ അവൻ ഒരു സന്ധ്യ വരാൻ പോകുക. നമുക്ക് നാം സ്തോത്രം, ഹല്ലേലൂയ, നന്മ നൽകുന്ന, പ്രതിഫലം നൽകുന്ന ഒരു സന്ധ്യ വരും. ആ സന്ധ്യയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ, നാം ലക്ഷിച്ചു പോകാതിരിക്കണമെങ്കിൽ പരമാർത്ഥതയോട് ഇന്ന് ദൈവത്തെ സേവിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത്, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവൻ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ അതിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. നിങ്ങളുടെ സഭ വലുതായിക്കോട്ടെ, നിങ്ങളുടെ സഭ ചെറുതായിക്കോട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലം വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, നിങ്ങളുടെ ദിവസം വായിക്കും പുലർച്ചെ അവൻ ഒരു കൂട്ടരെ വിളിച്ചു. 3-ാം മണിനേരം എന്ന് വെച്ചാൽ ഏകദേശം 9-ാം മണിനേരം, നമ്മുടെ പകൽ 9 മണിനേരം. പിന്നെ നമ്മൾ കാണുന്ന 11-ാം മണിനേരം, ഏകദേശം 5 മണിനേരം എന്ന് വെച്ചാൽ അവൻ സ്തോത്രം, അവർക്ക് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം കൊടുക്കുന്നതിന് അല്പം ഏകദേശം 1 മണിക്കൂർ മുമ്പ് അവൻ ചിലരെയും വിളിച്ചു. ജീവിതത്തിൽ 11-ാം മണി ചെന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ആയുസ്സിൽ പ്രിയ അമ്മച്ചി, അവൻ എവിടെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് അവന് വളരെ കഴിഞ്ഞു പോയി ആയിരിക്കാം രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും. ഇനി ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ വലുതായിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങളുടെ മുമ്പിൽ പ്രവർത്തന സാധ്യതകൾ കുറഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചെടുക്കുമ്പോൾ കർത്താവിന് പറയാനൊരു കാര്യം, 11-ാം മണി നേരത്തും നിൽക്കുന്നവരെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിക്കാലം ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, അവൻ ഹല്ലേലൂയ, എന്റെ കാലം കഴിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളോട് ദൈവം പറയുക, നിങ്ങളെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം നിങ്ങൾക്കും ന്യായമായ പ്രതിഫലം തരുന്ന ദൈവമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ അവൻ പ്രിയ അമ്മച്ചി, അവൻ ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്ന് കണ്ടു. അവൻ സന്തോഷം തോന്നി. നോക്കണം, പ്രിയ അമ്മച്ചിക്ക് പ്രായം എത്ര ആയിക്കോട്ടെ, എന്നാൽ ഒരു കാര്യമുണ്ട്, അമ്മച്ചിയുടെ മേൽ പകർന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള
ആ പ്രാർത്ഥനയുടെ സ്പിരിറ്റ് ഹല്ലേലൂയ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിക്കത്തക്കോണം ഇടയാക്കുന്നെങ്കിൽ അവൻ ന്യായമായി തരുന്ന ദൈവമാണ്. ന്യായമായി തരുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെ ഞാനും നിങ്ങളും ഒരിക്കലും സങ്കടപ്പെടാൻ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെ പാടിയല്ലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവൻ ന്യായമായത് തരുന്ന ദൈവമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയം കുറവായതുകൊണ്ട് പാട്ടുകൾ പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. ഇന്ന് പകൽക്കാലം നിന്നെ വിളിച്ച ദൈവത്തോട് ദൈവം പറയുന്നത്, കുഞ്ഞേ, അവൻ ആർക്കും കടക്കാരനല്ലാത്ത ഒരു ദൈവത്തെയാണ് ഇന്ന് സേവിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് ഒരു വാക്ക് സ്തോത്രം പറഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഒരു വാക്ക് കർത്താവിനെ ഉയർത്തിയാൽ, നിങ്ങളുടെ ഫോണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ സ്തോത്രം ഈ മെസ്സേജുകൾ ആർക്കൊക്കെ ഷെയർ ചെയ്താൽ, ഒരു കാര്യം പറയാം, സ്വർഗരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനിടയായിത്തീരുന്ന ഓരോ നിങ്ങളുടെ പ്രവൃത്തികളും കണ്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. അവനെ ഒപ്പം പറയാൻ മറ്റൊരു വ്യക്തിയില്ല. അവനെ സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവരെ, തിരുവചനം വിളിച്ചു പറയുക, ഞാൻ ന്യായമായത് തരുന്ന ദൈവമാ. ന്യായമായത് തരുന്ന ദൈവത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, നീ തരുന്ന ആയുസ്, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർണ്ണമായി നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇന്നുവരെയും അലസരായി ജീവിച്ചിട്ടുണ്ടോ? ഇന്നുവരെ മെനക്കെട്ട് അനുഭവത്തിൽ പോയിട്ടുണ്ടോ? ഇന്നുവരെയും ഹല്ലേലൂയ അലസതയോട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ തിരുവചനം വ്യക്തമായി വിളിച്ചു വന്നൊരു ഭാഗം പറയട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ജാഗ്രതയോട് എന്നെ അന്വേഷിക്കാത്തവൻ ശപിക്കപ്പെട്ടവരെന്ന് തിരുവചനം പറയുമ്പോൾ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങൾ ദൈവത്തെ സേവിക്കേണ്ടത് അത് ജാഗ്രതയോടെ ആയിരിക്കട്ടെ. മെനക്കെട്ട് നിൽക്കുന്ന അനുഭവം ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മെനക്കെട്ട് നിൽക്കുന്ന അനുഭവത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അലസതയോട് തങ്ങളുടെ ജീവിതത്തെ കഴിക്കുന്ന ആരെങ്കിലും ഒരു മടങ്ങി വരവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുമ്പോൾ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിന് തക്കതായ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കണം. കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നവരാണ്. മാറാനാം ഈ സമയാലോചിച്ച ഈ മിനിസ്ട്രിയുടെ ചുമതലക്കാരായിരിക്കുന്ന സഹോദരൻ ഡെനീസിനോടും സഹോദരി ലിജിയോടും സഹോദരി സിജിയോടും നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഈ മീറ്റിംഗ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദയവായി എന്നെ ഓർത്താലും ഈ സമയത്തിന് കർത്താവിന് പുനഃ മഹത്വം എടുക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.